ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നാല്. മനോഹരമായ ഈ പ്രഭാതത്തിൽ ഇന്നത്തെ ദിവസത്തേക്ക് കൂടി ആരോഗ്യം, ആയുസ് നീട്ടിത്തന്നതിനും സന്തോഷത്തോടു കൂടി എഴുന്നേൽക്കുവാനും ഇതുപോലെ ഇത്തരം പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാൻ സാധിച്ചതിനും ആത്മാർത്ഥമായി പ്രപഞ്ച സൃഷ്ടാവിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നലെ നമ്മൾ സ്വന്തത്തെ സ്നേഹിക്കുന്നതിന്റെ പ്രാധാന്യം, സെൽഫ് ലവ്, അതിനെക്കുറിച്ചാണ് ഇന്നലത്തെ മെഡിറ്റേഷൻ. ഇന്ന് നമ്മൾ ഈ സ്വന്തത്തെ സ്നേഹം എപ്പോഴാണ് തുടങ്ങുന്നത്, എങ്ങനെയാണ് നമ്മൾ നമ്മളെ സ്നേഹിക്കുക എന്നത് ബേസ് ചെയ്തുകൊണ്ട്, അതായത് 4 ചോദ്യങ്ങൾ നമ്മൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്കൊരു തിരിച്ചറിവ് വരും. ഞാൻ ആരാണ്? ഞാൻ എന്തിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നു? ഒന്നാമത്തെ ചോദ്യം എന്താണ്? ഞാൻ ആരാണ്? നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത് എന്തിനാണ്? അതുപോലെ എവിടേക്കാണ് എൻ്റെ ഈ ജീവിതയാത്ര? മൂന്നാമത്തെ ചോദ്യം. നാലാമത്തത്, ഞാൻ ഇപ്പോൾ എവിടെയാണുള്ളത്? ഈ ചോദ്യം, 4 ചോദ്യം നമ്മളോട് നമ്മളോട് ആത്മാർത്ഥമായി ചോദിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഉത്തരങ്ങൾ കിട്ടും. ശരിക്ക് ഇങ്ങനെ ഉള്ള ചോദ്യങ്ങൾ സ്വന്തത്തോട് ചോദിച്ചതിലൂടെ ജീവിതത്തില് അത്ഭുതകരമായ ഒരു മാറ്റമാണ് പിന്നീട് ഫീൽ ചെയ്തത്. കാരണം ഉറക്കമില്ലാതെ കിടന്നാല് ഉറങ്ങാൻ കഴിയാതെ എത്രയോ രാത്രികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. രാത്രി ആവുന്നത് പേടിക്കുന്ന ഒരു അവസ്ഥ. കാരണം എല്ലാവരും സുഖമായിട്ട് ഉറങ്ങുമ്പോൾ ഉറക്കം കിട്ടാതെ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക എന്ന് പറയുന്നത്, അത് അനുഭവിച്ചവർക്കാണ് അതിന്റെ വേദന മനസ്സിലാവല്. ഇങ്ങനെ ഒരു അവസ്ഥ എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ രോഗങ്ങൾ കൊണ്ട് നേരം വെളുക്കുന്നത് പേടിയാണ്. കാരണം കാല് നിലത്ത് കുത്തണമെങ്കിൽ ഒരു 10-20 മിനിറ്റ് എടുക്കും. എന്നിട്ടൊരു അടി വെച്ച് ഒന്ന് മുന്നോട്ട് നീങ്ങണമെങ്കിൽ അതുപോലെ. അപ്പൊ ഇങ്ങനെ വേദന കൊണ്ട് സഹിക്കാൻ പറ്റാതെ പല സന്ദർഭങ്ങളിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേദനയായി, എങ്ങനെ ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കും എന്ന് ഒരുപാട് പ്രാവശ്യം ചിന്തിച്ചുകൊണ്ട് ഭയങ്കരമായൊരു അവസ്ഥയിലൂടെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ വന്നത് ഈ രൂപത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും സ്വന്തം ചിന്തകളെ മാറ്റുകയും ചെയ്തപ്പോൾ ജീവിതത്തിൽ അത്ഭുതകരമായിട്ടുള്ള, പിന്നെ മൈൻഡിനെ ക്ലീൻ ചെയ്യുവാനുള്ള പല ടെക്നിക്കുകൾ പ്രയോഗിച്ചുകൊണ്ട് കഴിഞ്ഞു പോയിട്ടുള്ള അനുഭവങ്ങൾ, വിഷമിപ്പിക്കുന്ന വേദനിപ്പിക്കുന്നതായിട്ടുള്ള പല അനുഭവങ്ങളെയും മൈൻഡിൽ നിന്നും പുറത്തേക്ക് കളഞ്ഞപ്പോൾ, മനസ്സിനെ ക്ലീൻ ചെയ്യാൻ സാധിച്ചപ്പോൾ അത്ഭുതകരമായ, എത്രത്തോളം വേദനയോട് കൂടിയും പേടിയോട് കൂടിയുമാണ് രാത്രിയെയും ഓരോ പകലിനെയും ഞാൻ സ്വീകരിച്ചത്. അതിന്റെ നേർ വിപരീതമായിക്കൊണ്ട് ഇപ്പൊ ഏത് രാത്രി വരുന്നതും ഒരു പേടിയുമില്ല, കിടന്നാൽ ഉടനെ ഉറക്കം വരും. അതുപോലെ ഒരു വേദനയും ഇല്ലാതെ, ഇപ്പൊ വേദന എന്താന്ന് പോലും അറിയാത്തൊരു അവസ്ഥയിലേക്ക് സ്വന്തം ശരീരത്തെ എത്തിക്കുവാനും സാധിച്ചു. അതുകൊണ്ടാണ് ഇതൊക്കെ നിങ്ങൾക്കും ലഭിക്കട്ടെ, എന്നെപ്പോലെ എല്ലാവരും ആരോഗ്യവും ഉറക്കും സമ്പത്തും ഉള്ള ഒരു അവസ്ഥയിലേക്ക് ഉയരട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് സ്നേഹത്തോടെ നിങ്ങൾക്ക് എന്നും ഞാൻ ഇത് പകർന്നു തരുന്നത്. അപ്പൊ നമ്മൾ നമ്മളോട് ഈ 4 ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ, ഞാൻ ആരാണ്? എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നത്? വെറുതെ എന്നും രാത്രിയായി രാവിലെയായി ഭക്ഷണം ഉണ്ടാക്കി, മക്കളെ നോക്കി, ഭാര്യനെ നോക്കി, കുട്ടികളെ നോക്കി, ഇങ്ങനെ സ്വന്തം കാര്യങ്ങൾ നോക്കിക്കൊണ്ട് മാത്രം ജീവിക്കാനാണോ ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്? എവിടേക്കാണ് ഞാൻ പോകുന്നത്? എൻ്റെ ജീവിതത്തിന്റെ അന്ത്യം എന്താണ്? എന്തെങ്കിലും എനിക്ക് ഈ ഭൂമിയിൽ ഞാൻ ജീവിച്ചു എന്നുള്ളതിന് അടയാളമായിക്കൊണ്ട് ഇട്ടുപോവേണ്ട വല്ല കാര്യവുമുണ്ടോ? എന്തെങ്കിലും ഞാൻ അടുത്ത തലമുറക്ക് പകർന്നു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം ഈ രൂപത്തിലൊക്കെ നമ്മളെ പൂർവികർ ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ സാമൂഹിക അന്തരീക്ഷം ഈ രൂപത്തിലാവൂല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. കാരണം നമ്മളെയൊക്കെ വയസ്സിന്റെ ഒരു 35-40 വയസ്സിന്റെ ഒക്കെ ഇടയിൽ, 25-30 വയസ്സിന്റെ ഇടയിൽ ജീവിതം എന്താണെന്ന് പറഞ്ഞു തരാൻ നമ്മുടെ പൂർവികരായ ആളുകൾ ഇപ്പൊ നമ്മൾ മറ്റുള്ളവരോട് പകർന്നു കൊടുക്കും പോലെ
അവർ നമുക്ക് പകർന്നു തന്നിരുന്നെങ്കിൽ നമ്മളൊന്നും ഇത്ര ജീവിതത്തെ പേടിയോട് കൂടി കാണേണ്ടി വരില്ലായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇനിയെങ്കിലും അടുത്ത തലമുറ നമ്മളെ പോലെ പ്രയാസങ്ങളിലൂടെ ജീവിക്കാതെ സന്തോഷത്തോടെ ജീവിക്കണം. അതാണ് ഇനി നമ്മുടെയൊക്കെ ജീവിത ലക്ഷ്യം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥം കാണണമെങ്കിൽ തീർച്ചയായും നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ പലപ്പോഴും നമ്മളോട് ചോദിക്കണം. ഞാൻ ആരാണ്? ഞാൻ എന്തിനു വന്നു? എവിടേക്ക് പോകുന്നു? ഞാൻ ഇപ്പോൾ ഏതവസ്ഥയിലാണുള്ളത്? ഇപ്പോൾ ഞാൻ രോഗിയാണോ? ഇപ്പോൾ ഞാൻ ഉറക്കമില്ലാത്ത വ്യക്തിയാണോ? ഈ ഉറക്കമില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് നമ്മളോട് ഡോക്ടർമാര് എന്ത് അസുഖത്തിന് ചെന്നാലും, ഞാനൊക്കെ പണ്ട് കാണിക്കാൻ പോകുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ചോദിക്കുന്നത്, ഉറക്കം ശരിയാണോ? അതേപോലെ മറ്റൊരു ചോദ്യം ചോദിക്കും, വീട്ടിൽ ആർക്കെങ്കിലും ഉണ്ടോ? അപ്പൊ ഇങ്ങനത്തെ ഒക്കെ ചോദ്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. ഉറക്കം എന്നുള്ളത് വലിയ ഒരു ഘടകമാണ് നമ്മുടെ ജീവിതത്തിൽ. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ ഉറങ്ങുമ്പോഴാണ് ബോഡിയിൽ പ്രവർത്തിച്ച് നമുക്ക് നല്ല ഹെൽത്ത് തിരിച്ചു തരുന്നത്. അപ്പൊ ഈ ഉറക്കം നമുക്ക് കറക്റ്റിന് ലഭിക്കുന്നില്ലെങ്കിൽ മനസ്സിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന്, നമ്മുടെ മെന്റൽ ഹെൽത്ത് നോർമൽ അല്ല, മെന്റൽ ഹെൽത്ത് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നമ്മളോട് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ ആരോഗ്യമുള്ള ഒരു അവസ്ഥയിലേക്ക് ഉയരും. കൗൺസിലിങ്ങിന്റെ ഒക്കെ ഭാഗമായിട്ട് പലരും വിളിക്കുമ്പോൾ ഒരു ഈ ഹെൽത്ത് എങ്ങനെയെന്ന് ചോദിക്കുമ്പോൾ കണ്ടീഷൻ ആണ് എന്ന് പറയുന്ന ഒരു വ്യക്തി പോലും ഉണ്ടായില്ല. ഞാൻ എപ്പോഴും അത്ഭുതപ്പെടാറുണ്ട്. അപ്പോൾ ഇവരിങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇവർക്ക് നല്ല ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അങ്ങോട്ട് ചോദിക്കുമ്പോൾ ഒരുപാട് അസുഖത്തിന്റെ ലിസ്റ്റുകളാണ് പിന്നെ തരല്. അപ്പൊ ഇങ്ങനെ നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ, ഇത്തരം ചോദ്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മുടെ ചിന്തകളിൽ മാറ്റം വരുത്താനും നമ്മുടെ ജീവിതത്തെ തന്നെ തിരിച്ചു പിടിക്കാനും നമ്മൾ ശ്രമിക്കും. അപ്പൊ നമ്മളോട് സ്നേഹമുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യമുണ്ടാവും. ആരോഗ്യമില്ലെങ്കിൽ ഹെൽത്തി ആയിട്ട് നല്ലൊരു അവസ്ഥയിലല്ല, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേദനയില്ലാത്ത ഒരു അവസ്ഥയാണോ, അല്ലെങ്കിൽ ഇങ്ങനെ വേദനയോടെ പല അസുഖങ്ങളോടെ, തൈറോയിഡ്, അങ്ങനെ പല രോഗങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ തീർച്ചയായും നമ്മുടെ മൈൻഡിനെ ഒന്ന് വർക്ക്ഷോപ്പിൽ കയറ്റി ഇറക്കേണ്ടതുണ്ട്. നമ്മൾ വാഹനങ്ങളൊക്കെ വർക്ക്ഷോപ്പിൽ കയറ്റുമ്പോൾ അതെന്തിനാണ്? അതിന്റെ കേടുകളൊക്കെ റെഡിയാക്കാനാണ്. ഇതേപോലെ നമ്മുടെ ശരീരത്തിന്റെ കേടുകൾ, മനസ്സിന്റെ കേടുകൾ റെഡി ആവണമെങ്കിൽ നമ്മൾ വർക്ക്ഷോപ്പുകളിൽ കയറി ഇറങ്ങണം. നമ്മൾ നമ്മളെ സ്നേഹിക്കുമ്പോൾ, എനിക്ക് നല്ല ആരോഗ്യത്തോടു കൂടി, ഇങ്ങനെ ഞാൻ ജനിച്ച് ഒരു 10-20 വയസ്സ് വരെയൊന്നും എനിക്ക് ഇത്തരം വേദനകളൊന്നും ഇല്ലായിരുന്നു. പിന്നീട് തുടങ്ങിയതാണ് എന്റെ ഹെൽത്ത് പ്രോബ്ലം. ചില ആളുകൾക്ക് ജനിച്ച ഉടനെ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങും. കാരണം പാരന്റ്സ് ഒക്കെ വഴക്കടിക്കുന്നത് കണ്ടിട്ടും, അല്ലെങ്കിൽ പാരന്റ്സിന്റെ നെഗറ്റീവ് എനർജി മക്കളിലേക്ക് പകർന്നിട്ടും, അല്ലെങ്കിൽ നമ്മൾ ഗർഭാവസ്ഥയിൽ റേഡിയേഷൻ സ്കാനിങ്, എക്സ്റേ തുടങ്ങിയ സംഗതികളൊക്കെ എടുക്കുമ്പോൾ അതിന്റെയൊക്കെ ഭാഗമായിട്ട് മക്കൾക്ക് അസുഖങ്ങൾ വരും. അപ്പൊ ഇതിൽ നിന്നൊക്കെ എന്ത് അവസ്ഥ, അപ്പോഴൊക്കെ നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പം നമുക്ക് നല്ലൊരു ഭാവി പടുത്തുയർത്താനുള്ള, നമ്മൾ അറിയാതെ നമ്മുടെ ചിന്തകൾ മൊത്തം ആരോഗ്യപരമായിട്ടുള്ള അതിലേക്കാണ് നമ്മൾ നിക്ഷേപിക്കുന്നത്. അങ്ങനെ നമ്മുടെ ശ്രദ്ധ മുഴുവനും എനിക്ക് എത്ര കാലമായി ഞാൻ മരുന്ന് കുടിക്കുന്നു, അല്ലെ എത്ര കാലം ഞാൻ ടെസ്റ്റ് നടത്തി, ഒരു അസുഖവും ഇല്ലല്ലോ, പക്ഷെ എന്റെ വേദനക്കോ എന്റെ ശരീരത്തിന്റെ പ്രയാസങ്ങൾക്കോ ഒരു കുറവുമില്ല എന്നിങ്ങനെ നമ്മുടെ നല്ലൊരു ചിന്തകളെ നമ്മുടെ ഹെൽത്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കും. ഇതിലൂടെ നല്ലൊരു ഭാവി സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും പുരോഗതി നേടാനുള്ള ഈ ചിന്തകളെയാണ് നമ്മൾ വീണ്ടും വീണ്ടും രോഗം ഉണ്ടാക്കുന്നതിലേക്ക് പണയപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കാതെ നമ്മൾ കൂടുതൽ രോഗികളായി മുന്നോട്ട് പോകും. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്വന്തത്തോട് സ്നേഹമുണ്ടെങ്കിൽ ആരോഗ്യമുണ്ടാവും, ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് സന്തോഷമുണ്ടാവും. ഇത് മൂന്നും കണക്റ്റഡാണ്. ആരോഗ്യമുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാവും. അപ്പൊ എന്റെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഈ സന്തോഷം ശരിക്കും ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയത് എനിക്ക് ഹെൽത്ത് തിരിച്ചു കിട്ടിയപ്പോൾ, ഒരു വേദനയും ഇല്ലാത്ത അവസ്ഥയിൽ നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കാൻ സാധിച്ച ഈ അവസ്ഥ 10 വർഷമായി ഇപ്പൊ എനിക്കിങ്ങനെ സാധിച്ചിട്ട്, ഒരു മരുന്നിന്റെ ആവശ്യമില്ലാതെ
ജീവിക്കാൻ സാധിച്ചിട്ട്. അതിന്റെ ശേഷമാണ് ഈ സന്തോഷം എന്നുള്ളത് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. അല്ലെങ്കിൽ എപ്പോഴും അവിടെ വേദന ഇവിടെ വേദന നെല്ലിയോണ്ട് എന്താണ് ഈ വേദനകളൊന്നും മാറാത്തത് എന്നിങ്ങനെയുള്ള ചിന്തകൾ കൊടുത്ത് വേറൊരു അവസ്ഥയിൽ ജീവിച്ചതാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അൽഹംദുലില്ലാ, താങ്ക് യു. ഇപ്പോഴാണ് ലൈഫിൽ യഥാർത്ഥമായിട്ടുള്ള സന്തോഷം അനുഭവിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി, കാരണം ഈ 4 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എനിക്ക് ലഭിച്ചു. അതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ, തിരിച്ചറിവുകൾ ലഭിച്ചുകൊണ്ട് ജീവിതം മനോഹരമാക്കാൻ അതിനുള്ള എല്ലാ ടിപ്സുകളും ഇപ്പോൾ കയ്യിൽ ലഭിക്കുകയും, കാരണം സാഹചര്യങ്ങൾ മാറിയിട്ട് നമുക്ക് സന്തോഷം ഉണ്ടാക്കാൻ കഴിയില്ല, സമാധാനം ഉണ്ടാക്കാൻ കഴിയില്ല. ഈ പ്രശ്നങ്ങളിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ സമാധാനവും സന്തോഷവും ഉണ്ടാക്കേണ്ടത്. ഭർത്താവ് മാറട്ടെ, ഭാര്യ മാറട്ടെ, അല്ലെ മറ്റുള്ളവർ മാറട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും നമുക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാക്കാൻ കഴിയില്ല. ഓരോ വ്യക്തിയുടെയും അവകാശമാണ് ഓരോ വ്യക്തിയും ആരോഗ്യവാനായിരിക്കുക, സമ്പത്തുള്ളവനായിരിക്കുക, സമാധാനമുള്ളവനായിരിക്കുക, സന്തോഷമുള്ളവനായിരിക്കുക എന്നുള്ളത്. അത് നമ്മൾ നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യണം. അതിന് ഈ സന്തോഷം നമുക്ക് ഫീൽ ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും ആരോഗ്യം ഉണ്ടാവണം. ഇതൊക്കെ പരസ്പരം കണക്റ്റഡ് ആണ്. അപ്പൊ ഇന്ന് ഞാൻ എടുക്കുന്നത് ആരോഗ്യത്തിന്റെ മെഡിറ്റേഷനാണ്. ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആദ്യം, ഇപ്പൊ നമ്മളൊരു കൃഷി ചെയ്യുകയാണെങ്കിൽ കൃഷിഭൂമിയിലേക്ക് ആ മണ്ണൊക്കെ ലെവലാക്കിയതിനു ശേഷം വളമൊക്കെ ചേർത്തതിന് ശേഷമാണ് നമ്മളൊരു വിത്തിട്ട് കൊടുക്കുക. അതുപോലെ നമ്മുടെ ഉള്ളിൽ പിടിച്ചിരിക്കുന്ന കളകളായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ക്ലീൻ ആക്കി അതിലേക്ക് ആരോഗ്യം എന്ന വിത്ത് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളെ ലൈഫിൽ, നമ്മുടെ ചിന്തകളിൽ മാറ്റം വന്ന് നമുക്ക് ആരോഗ്യത്തെ തിരിച്ചു പിടിക്കാൻ കഴിയും. അതിനുപകരിക്കുന്നതാവട്ടെ ഇന്നത്തെ മെഡിറ്റേഷൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് നമുക്ക് മെഡിറ്റേഷൻ ആരംഭിക്കാം. എല്ലാവരും സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക, നട്ടെല്ല് നിവർത്തി, കാലുകൾ തറയിൽ തട്ടിച്ച്, കണ്ണുകൾ അടക്കുക, ഉള്ളം കൈകൾ ഓപ്പൺ ആക്കിക്കൊണ്ട് ഇങ്ങനെ മടിയിൽ വെക്കുക, അല്ലെങ്കിൽ ഈ രൂപത്തിൽ വെക്കാം. മുദ്ര ഇതായിരിക്കും ഉത്തമം കേട്ടോ. 2 വിരലുകൾ ടച്ച് ചെയ്തുകൊണ്ട് കൈകൾ ഓപ്പൺ ആക്കി മടിയിൽ വെക്കുക. ശ്വാസം ശാന്തമായി ഉള്ളിലേക്ക് എടുക്കുക. ശ്വാസത്തിൽ മാത്രം നിരീക്ഷിക്കുക. നമ്മുടെ ജീവന്റെ തുടിപ്പാണ് ഈ ശ്വാസം. ഇതില്ലെങ്കിൽ ഒരു സെക്കൻഡ് പോലും നമുക്ക് ഈ ഭൂമിയിൽ നിലനിൽപ്പില്ല എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് ഇനി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ ആന്തരാവയവങ്ങളുടെ സുഗമമായ പ്രവർത്തനത്തിന് ഇത് ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഉള്ളിലേക്ക് എടുക്കുക. റിലാക്സ് ആയിക്കൊണ്ട് ശരീരവും മനസ്സും ശാന്തമാകുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് അടിവയറ്റിലെത്തുന്നത് വരെ ഉള്ളിലേക്ക് എടുക്കുക. റിലാക്സ് ആയിക്കൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുക. ഒന്നുകൂടി ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. Breathe in. നന്നായി റിലാക്സ് ആയിക്കൊണ്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. Breathe out. എല്ലാ മാലിന്യങ്ങളും പുറത്തേക്ക് പോകുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ശ്വാസം പുറത്തേക്ക് വിടുക. ഒന്നുകൂടെ ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നന്നായി റിലാക്സ് ആയി ബ്രീത്ത് ഇൻ,
Breathe out. ഇനി നമ്മുടെ ശ്രദ്ധ കാൽപാദങ്ങളിലേക്ക് മാത്രം കൊണ്ടുവരിക. അവിടെ എവിടെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ, നടക്കുമ്പോൾ വേദനയുണ്ടോ, നീര് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ എന്നെല്ലാം നമ്മുടെ മനസ്സിനെ അവിടെ കുറച്ച് സമയം കേന്ദ്രീകരിച്ചുകൊണ്ട് ശ്രദ്ധ അവിടെ മാത്രം കൊടുക്കുക. വേദനകളോ നീരോ ഉണ്ടെങ്കിൽ അതെല്ലാം ഞാൻ ഉറങ്ങുന്ന സമയത്ത് എന്റെ ഉപബോധ മനസ്സ് അവിടെ പ്രവർത്തിക്കണമെങ്കിൽ ഇപ്പോൾ എനിക്ക് ശ്രദ്ധ വേണം. എവിടെയൊക്കെയാണ് എന്റെ ബോഡിയിൽ പ്രശ്നങ്ങൾ ഉള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കണം. പിന്നീട് നിങ്ങളുടെ ശ്രദ്ധ കണം കാലുകളിലേക്ക്, അവിടെ ഒരു മിനിറ്റ് കുറച്ച് സമയം നമ്മുടെ മനസ്സിനെ കേന്ദ്രീകരിക്കാം. അവിടെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ, പ്രശ്നങ്ങളുണ്ടോ, വേദനയുണ്ടോ എന്നൊക്കെ ശ്രദ്ധ കൊടുക്കുക. ശേഷം കാൽമുട്ടുകളിലേക്ക്, കാൽമുട്ടിന്റെ അവിടെ അധിക ആളുകളും പറയുന്ന പ്രശ്നമാണ് കാൽമുട്ട് വേദന. ഇതൊക്കെ നമുക്ക് ഒരു ഓപ്പറേഷനും ഇല്ലാതെ മെന്റൽ ഹെൽത്ത് സ്ട്രോങ് ആക്കിയാൽ നമുക്ക് നല്ലൊരു അവസ്ഥയിലേക്ക് എത്താൻ പറ്റുന്നുള്ള ക്ലാസ്സിലൂടെ അനുഭവസ്ഥർ പറയുന്നത് കേട്ടിട്ടുണ്ട്. കാൽമുട്ടിൽ വേദന ഉണ്ടെങ്കിൽ അവിടേക്ക് ശ്രദ്ധ കൊടുക്കുക. ശേഷം തുടകളിലേക്ക്, എപ്പോഴെങ്കിലും വീണ സമയത്തോ അല്ലെങ്കിൽ എന്തോ കുത്തിയിട്ടോ വേദനകളോ നീരോ പ്രയാസങ്ങളോ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കാം. ശേഷം ഇടുപ്പിലേക്കും വയറിലേക്കും പൂർണ്ണമായി ശ്രദ്ധ കൊടുക്കുക. വയറാണ് മനസ്സിന് ടെൻഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആദ്യം അസ്വസ്ഥത ഉണ്ടാവുന്ന സ്ഥലം. ദഹന പ്രശ്നങ്ങളും ഗ്യാസും ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അവിടെയൊക്കെ എവിടെയെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടോ എന്ന് ശ്രദ്ധിക്കാം. പിന്നീട് ചെസ്റ്റും പുറം ഭാഗവും ശ്രദ്ധ കൊടുക്കുക. ബ്രീത്തിങ്, നല്ല എനർജറ്റിക് ആയിട്ടുള്ള പ്രകാശപൂരിതമായിട്ടുള്ള എനർജി ഉള്ളിലേക്ക് പോകുന്നതായി ശ്രദ്ധ കൊടുക്കുക. ബ്രീത്ത് ഔട്ട്. ഇരു ഷോൾഡറിലേക്കും കൈകളിലേക്കും കഴുത്തിലേക്കുമൊക്കെ അതുപോലെ കാതുകളിലേക്കും എല്ലാം ഇങ്ങനെ ശ്രദ്ധ കൊടുക്കുക. ഒരു മിനിറ്റ് അവിടെ മനസ്സിനെ കുറച്ച് സമയം അവിടെ നിർത്തിക്കൊണ്ട് അവിടെയൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടോ, വേദനകളുണ്ടോ എന്നിങ്ങനെ ശ്രദ്ധിക്കാം. കണ്ണ്, മുഖം, തലയുടെ മധ്യഭാഗം, ഇരു സൈഡ് ഭാഗം എല്ലാം പൂർണ്ണമായി ശ്രദ്ധിക്കുക. ആത്മാർത്ഥമായി നമ്മുടെ ശരീരത്തെ നമ്മൾ സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവികമായിട്ടുള്ള ഒരു എനർജി ഉള്ളിലേക്ക്, ഇവിടെയുള്ള എല്ലാ പ്രശ്നങ്ങളും മാറ്റുവാൻ സഹായിക്കുന്ന രൂപത്തിൽ ദൈവികമായിട്ടുള്ള ഒരു എനർജി ഉള്ളിലേക്ക് പോകുന്നതായി ചിന്തിച്ചുകൊണ്ട് 3 പ്രാവശ്യം ഒന്നും കൂടി ശ്വാസം റിലാക്സ് ആയിക്കൊണ്ട് ബ്രീത്തിങ്, ഈ വേദനയുള്ള ഭാഗങ്ങളിലേക്കൊക്കെ ശ്വാസം എത്തുന്നു എന്ന് ചിന്തിച്ചുകൊണ്ട് ശ്വാസം നന്നായിട്ട് ഉള്ളിലേക്ക് എടുക്കുക. ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്, ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്. ഇനി ഇതുപോലെ ബാഹ്യമായി നമ്മൾ കാണുന്ന അവയവങ്ങളെ പോലെ കാണാൻ പറ്റാത്ത അവയവങ്ങൾ നമ്മുടെ ഉള്ളിലുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നില്ല, പക്ഷെ അത് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള അവയവങ്ങളായ ചെറുകുടൽ, വൻകുടൽ, കിഡ്നി, ലിവർ, യൂട്രസ് തുടങ്ങിയ എല്ലാ അവയവങ്ങളും സുഗമമായി, അവിടെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ശുദ്ധമായ വായു ഉപയോഗിച്ചുകൊണ്ട്, ഓക്സിജൻ കലർന്ന വായു ഉപയോഗിച്ച് അവിടെയൊക്കെ ക്ലീൻ ചെയ്യുന്നതായി, വൃത്തിയാക്കുന്നതായി, എല്ലാ കുഴപ്പങ്ങളും പ്രയാസങ്ങളും മാറ്റി നല്ലൊരു അവസ്ഥയിലേക്ക് എത്തുന്നതായി ചിന്തിക്കാം. നന്നായി ശ്വാസം ഉള്ളിലേക്ക് ഒന്നും കൂടെ എടുക്കുക. ബ്രീത്തിങ്, ബ്രീത്ത് ഔട്ട്. ഇപ്പോൾ നമ്മൾ തല മുതൽ കാൽപാദം വരെ റിലാക്സ്ഡ് ആണ്. ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഹെൽത്ത് സംബന്ധമായി നമ്മൾ അനുഭവിച്ച അനുഗ്രഹങ്ങൾ, ചെറുപ്പം മുതൽക്കേ നമ്മൾ രോഗിയല്ല, ശരീരത്തിന് വേദന അനുഭവിക്കുന്ന വ്യക്തികളല്ല. നമ്മുടെ ജീവിതത്തിൽ
കുറച്ച് മുന്നോട്ട് പോയപ്പോ ചില സന്ദർഭങ്ങളിൽ നമ്മളെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ലൈഫിൽ ഉണ്ടായപ്പോൾ, വിഷമിപ്പിക്കുന്ന പല സംഗതികളും ഉണ്ടായപ്പോൾ, അതിന്റെ ശേഷമാണ് നമ്മുടെ ഹെൽത്ത് ഈ രൂപത്തിലാവാൻ തുടങ്ങിയത്. അപ്പം എന്തൊക്കെ വിഷമങ്ങളാണ്, ജീവിതം നേരിട്ടിട്ടുള്ള പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ നമ്മുടെ മനസ്സിലൂടെ ഒന്ന് കണ്ടുകൊണ്ട് ഇതിൽ നിന്നെല്ലാം ഇതൊന്നും ഇനി എനിക്ക് ആവശ്യമില്ല, ഇതിൽ നിന്നെല്ലാം എനിക്ക് മോചനം കിട്ടണം, എനിക്കിനി ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടാക്കിയെടുക്കണം, ഒരു വേദനയും ഇല്ലാത്ത സന്തോഷമുള്ള സമാധാനമുള്ള ഒരു ശരീരവും മനസ്സും എനിക്കുണ്ടാവണം. അതിന് ഞാൻ ആദ്യം ആരോഗ്യം എന്ന വിത്താണ് എൻ്റെ ഉള്ളിൽ ഇട്ടുകൊടുക്കേണ്ടത്. അത് വെള്ളവും വളവും ഒഴിച്ചുകൊണ്ട് ഞാൻ നട്ടു വളർത്തണം. അതിനാൽ ഞാൻ പറയുന്നത് നന്നായി ശ്രദ്ധിച്ചുകൊണ്ട്, ആരോഗ്യം എന്ന വിത്താണ് ഇനി നമ്മൾ ഇടാൻ പോകുന്നത് മനസ്സിലേക്ക്. ഞാൻ പൂർണ്ണ ആരോഗ്യമുള്ള വ്യക്തിയാണ്. അനുദിനം എൻ്റെ ആരോഗ്യം പുരോഗമിക്കുന്നു. ഞാൻ എൻ്റെ ആരോഗ്യത്തെ നന്നായി ഇഷ്ടപ്പെടുന്നു. ഞാൻ എൻ്റെ ശരീരത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്നു. എൻ്റെ ശരീരത്തിനുള്ളിലുള്ള രോഗപ്രതിരോധ ശേഷി വളരെ ശക്തമാണ്. എൻ്റെ ശരീരത്തിനുള്ളിലുള്ള ജന്മന ഹീലിംഗ് പവർ തന്നുകൊണ്ടാണ് സൃഷ്ടാവൻ ഈ ഭൂമിയിലേക്ക് വിട്ടത്. അത് വളരെ ശക്തമാണ്. ഇത്രയും ആരോഗ്യമുള്ള ശരീരം ലഭിച്ചതിന് ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയാൻ മറന്നു പോയിട്ടുണ്ട്. പലപ്പോഴും ലഭിച്ച ആരോഗ്യത്തിന് നന്ദി പറയാൻ മറന്നതാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എല്ലാ വേദനകൾക്കും പിന്നിലുള്ള കാരണമെന്ന് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ട് എനിക്ക് ഇത്രയും കാലം ആരോഗ്യത്തോടു കൂടി ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് പോകുവാനും ഉദ്ദേശിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുവാനും നല്ല ആരോഗ്യത്തോടു കൂടി ജീവിക്കുവാനും സാധിച്ചതിന് ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു. താങ്ക്സ് ടു ഗോഡ്, അൽഹംദുലില്ലാ. അതുപോലെ ഞാൻ ഈ നന്ദി പറയാൻ നന്ദിയുള്ള ഒരു മനസ്സിന് എനിക്ക് ഇല്ലാത്തതാണ് ഇന്ന് ഞാൻ ആരോഗ്യ പ്രശ്നങ്ങളിലൂടെ എല്ലാം പോവേണ്ടി വന്നത്. എൻ്റെ ചിന്ത മൊത്തം ആരോഗ്യം ആരോഗ്യം എന്ന ചിന്ത കൊടുക്കുന്നതിന് പകരം വേണ്ടാത്ത ചിന്തകളായ രോഗം രോഗം എന്നുള്ളത് കൊടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതാണ് ഇന്ന് ഞാൻ രോഗിയായി മാറാൻ കാരണം. അതുകൊണ്ട് അറിവില്ലാതെ ഇത്തരം ചിന്തകൾ മനസ്സിൽ കൊണ്ടു നടന്നതിന് ഞാൻ ആത്മാർത്ഥമായി സോറി പറയുന്നു. നന്ദി പറയുന്നതിന് പകരം രോഗം എന്നുള്ള ചിന്ത ഉള്ളിൽ കൊണ്ടു നടന്നതാണ് എൻ്റെ ലൈഫിലെ പ്രശ്നങ്ങൾ എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായി സോറി പറയുന്നു. ഐ ആം റിയലി സോറി. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. ഐ താങ്ക് യു. എനിക്ക് ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി പറയാതെ പ്രശ്നങ്ങൾ മാത്രം മനസ്സിൽ കൊണ്ടു നടന്നതുകൊണ്ട് ഇന്ന് ഞാൻ രോഗിയാവേണ്ടി വന്നു. ഐ ആം റിയലി സോറി. ആത്മാർത്ഥമായി ഞാൻ ഖേദം പ്രകടിപ്പിക്കുന്നു. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന സകല വേദനകളും സകല പ്രശ്നങ്ങളും എന്നാൽ തന്നെ ഉണ്ടായതാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ ആത്മാർത്ഥമായി സോറി പറയുന്നു. ഐ ആം റിയലി സോറി. പ്ലീസ് ഫോർഗീവ് മീ. എനിക്ക് പുറത്തു തരണം, എന്നോട് ക്ഷമിക്കണം. ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടാക്കിയെടുക്കുന്നതിന് പകരം രോഗങ്ങളുള്ള ഒരു ശരീരമാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയെടുത്തത്. അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. നീ തന്ന അനുഗ്രഹത്തെ ഉപയോഗിക്കുന്നതിന് പകരം, നീ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നതിന് പകരം ഞാൻ പ്രശ്നങ്ങൾ മാത്രം, ആ പ്രശ്നം ഈ പ്രശ്നം എന്നിങ്ങനെയുള്ള ചിന്തകൾ കൊടുത്ത് ഇന്നിപ്പോൾ പൂർണ്ണ രോഗമുള്ള ഒരു വ്യക്തിയായി ഞാൻ മാറി. ഒരുപാട് മരുന്നുകൾ കഴിക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറി. അതുകൊണ്ട് നീ എനിക്ക് പുറത്തു തരണം, എന്നോട് ക്ഷമിക്കണം. നീ നല്ല നിലയിൽ തന്ന ഈ ശരീരത്തെ ഈ രൂപത്തിൽ മരുന്നുകൾ കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, ഈ മരുന്നുകൾ തന്നെയാണ് എനിക്ക് വീണ്ടും രോഗം ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാവാതെ ഞാൻ മെന്റൽ ഹെൽത്ത് സ്ട്രോങ് ആക്കാതെ വീണ്ടും വീണ്ടും രോഗിയായി ജീവിക്കേണ്ടി വന്നതിൽ ഞാൻ നിന്നോട് ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. പ്ലീസ് ഫോർഗീവ് മീ. നീ എനിക്ക് പുറത്തു തരണം. ഐ ലവ് യു. ഞാൻ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. നീയാണ് എനിക്ക് ജന്മം തന്നത്. നിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഞാൻ ആത്മാർത്ഥമായി നിന്നെ സ്നേഹിക്കുന്നു. നിന്നിലേക്കാണ് എൻ്റെ മടക്കം. അതിനാൽ എന്നിൽ നിന്നും എൻ്റെ ആരോഗ്യത്തെ ഞാൻ നശിപ്പിച്ച് ഇത്രയും മരുന്നുകൾ കഴിച്ച് ഓപ്പറേഷനും മറ്റുമായിക്കൊണ്ട് എൻ്റെ ജീവിതത്തെ തകർക്കേണ്ടി വന്നതിൽ, എൻ്റെ ആരോഗ്യത്തെ തകർക്കേണ്ടി വന്നതിൽ ഞാൻ നിന്നോട് ആത്മാർത്ഥമായി ക്ഷമ പറയുന്നു. ഐ ആം സോറി. പ്ലീസ് ഫോർഗീവ് മീ. എനിക്ക് ക്ഷമിച്ചു തരണം. ഇതെല്ലാം എന്നിൽ നിന്ന് വന്നു പോയിട്ടുള്ള തെറ്റുകളാണ്.
അതുകൊണ്ട് നീ എനിക്ക് ക്ഷമിച്ചു തരണം. പ്ലീസ് ഫോർഗീവ് മീ. ഐ ലവ് യു. ഞാൻ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നു. ഐ താങ്ക് യു. ഞാൻ നിന്നോട് നീ എനിക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇനി ഞാൻ നന്ദി പറയുന്നു. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. എന്റെ സന്തോഷമുള്ള ചിന്തകൾ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാക്കിയെടുക്കുന്നതിന് എന്നെ സഹായിക്കുന്നു. എന്റെ സന്തോഷമുള്ള ചിന്തകൾ ആരോഗ്യമുള്ള ശരീരം ഉണ്ടാക്കിയെടുക്കുന്നതിന് എന്നെ സഹായിക്കുന്നു. എന്റെ ശരീരം എപ്പോഴും പൂർണ്ണ ആരോഗ്യമുള്ള അവസ്ഥയിലേക്ക് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. എന്റെ ശരീരം എപ്പോഴും ആരോഗ്യമുള്ള അവസ്ഥയിലേക്ക് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. എന്റെ ഉള്ളിലുള്ള ഓരോ കോശങ്ങളെയും അതിന്റെ ശക്തികളാലും ഗുണങ്ങളാലും ഞാൻ പരിപോഷിപ്പിക്കുന്നു. എന്റെ ഉള്ളിലുള്ള ഓരോ കോശങ്ങളെയും അതിന്റെ ശക്തികളാലും ഗുണങ്ങളാലും ഞാൻ പരിപോഷിപ്പിക്കുന്നു. എന്റെ ശരീരത്തിന്റെ ഉള്ളിലുള്ള എല്ലാ കോശങ്ങളും അസ്ഥികളും ന്യൂറോൺസുകളും പൂർണ്ണ ആരോഗ്യമുള്ള അവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു, ശക്തി പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ എന്റെ ശരീരത്തെ ഓരോ ഭാഗങ്ങളെയും ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു, അംഗീകരിക്കുന്നു. ഞാൻ എന്റെ ശരീരത്തെ ഓരോ ഭാഗങ്ങളെയും ഇഷ്ടപ്പെടുകയും സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നു. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഞാൻ ആരോഗ്യമുള്ള വ്യക്തിയും സന്തോഷമുള്ള വ്യക്തിയും പോസിറ്റീവ് എനർജി എന്റെ ചുറ്റുപാടുകളിലേക്ക് പ്രസരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറുന്നു. ഓരോ ദിവസവും എന്റെ ഊർജവും ആരോഗ്യവും കൂടിക്കൂടി വന്നുകൊണ്ടേയിരിക്കുന്നു. എന്റെ ശരീരം എനിക്ക് യോജിച്ചതും സ്ട്രോങ്ങും എനിക്കിഷ്ടമുള്ള ഒരു അവസ്ഥയിൽ എത്തിയതായും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എനിക്ക് എന്റെ രോഗപ്രതിരോധ ശേഷി വളരെ ശക്തമാണ്. എന്റെ ഉപബോധ മനസ്സിന്റെ ഹീലിംഗ് പവർ എന്റെ ശരീരകോശങ്ങളിലേക്ക് ഫ്ലോ ചെയ്യുന്നു. എന്റെ ഉള്ളിൽ ദൈവികമായിട്ടുള്ള ഒരു ഹീലിംഗ് എനർജി എന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും സ്പർശിക്കുന്നു. എനിക്ക് അത്ഭുതകരമായ ഹീലിംഗ് ഉണ്ടാവുന്നു. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. എന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ആരോഗ്യപരമായതും ശക്തമായതുമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു. ഓരോ ദിവസവും ഞാൻ എല്ലാ തലത്തിലും മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഓരോ ദിവസവും എന്റെ ശാരീരിക ആരോഗ്യം മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്റെ ശാരീരിക ആരോഗ്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. എനിക്ക് ഇത്രയും ആരോഗ്യത്തോടു കൂടി ഇതുവരെ ജീവിക്കാൻ സാധിച്ചതിന് ഞാൻ ആത്മാർത്ഥമായി നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് എന്നെ സൃഷ്ടിച്ച ആ ശക്തിക്ക് ഞാൻ നന്ദി പറയുന്നു. താങ്ക്സ് ടു ഗോഡ്. ഞാൻ ആത്മാർത്ഥമായി ഇത്രയും കാലം ഒരു വേദനയും ഇല്ലാതെ ഒരു മരുന്ന് കുടിക്കാതെ ജീവിച്ച ഒരു കാലഘട്ടം എന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ആ ഒരു സമയത്തിന് ഞാൻ ആത്മാർത്ഥമായി നന്ദി പറയുന്നു. എനിക്ക് പൂർണ്ണ ആരോഗ്യമുള്ള ശരീരവും ആത്മാവും മനസ്സും ഉള്ളതിന് നന്ദി. എനിക്ക് പൂർണ്ണ ആരോഗ്യമുള്ള ആത്മാവും മനസ്സും ശരീരവും ഉള്ളതിന് നന്ദി. എന്റെ ആരോഗ്യം ഓരോ ദിവസവും വളരെ മികച്ചതായ നിലയിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണ്. ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണ്. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ്. ഞാൻ എന്റെ ആരോഗ്യത്തെ ഇഷ്ടപ്പെടുന്നു. ഞാൻ ആരോഗ്യമുള്ളൊരവസ്ഥയിലേക്ക് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇനി ഒരു വേദനയും ഇല്ലാത്ത നല്ല ആരോഗ്യമുള്ള ശരീരം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓടിച്ചാടി നടക്കുവാൻ ഒരു വേദനയും ഫീൽ ചെയ്യാത്ത ഒരു ശരീരത്തെ മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു മിനിറ്റ് ഇരിക്കാം. അങ്ങോട്ടേക്കാണ് ഇനി എനിക്ക് എത്തേണ്ടത്. ഗുളികയെല്ലാം
ഗുളികയുടെ സഹായമില്ലാതെ, ഒരു മരുന്നിന്റെയും സഹായമില്ലാതെ ഞാൻ ഭൂമിയിലേക്ക് മരുന്ന് കൊണ്ടല്ല പോന്നത്. അപ്പോ ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ കഴിഞ്ഞതായിട്ട് മനസ്സിൽ കണ്ടുകൊണ്ട് ആരോഗ്യമുള്ളൊരു അവസ്ഥ ഒരു മിനിറ്റ് മനസ്സിൽ ഫീൽ ചെയ്യാം. എന്നിട്ട് നല്ല ആരോഗ്യം തിരിച്ചു കിട്ടിയതായിട്ട് മനസ്സിൽ കണ്ട് സന്തോഷത്തോടെ, ഒരു വേദനയും ഇല്ലാത്ത, എല്ലാം സുഖമായി വരുന്നു, ഒക്കെ ശരിയായി എന്റെ ആരോഗ്യം മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു എന്ന ചിന്ത കൊടുത്തുകൊണ്ട് സന്തോഷത്തോടു കൂടി നമ്മുടെ ഉള്ളിലുള്ള ആ ഹീലിംഗ് പവർ സ്ട്രോങ് ആവുന്നതിന് വേണ്ടി ദൈവികമായിട്ട് നമുക്ക് നൽകിയിട്ടുള്ള ആ സ്വയം പ്രതിരോധ ശേഷി, ഹീലിംഗ് എനർജി ഉള്ളിൽ വർക്ക് ചെയ്യുന്നതായി മനസ്സിൽ കണ്ടുകൊണ്ട് ഒരു 3 പ്രാവശ്യം ഒന്നും കൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇനി 2 കൈകളും നന്നായി ചൂടാവുന്നത് വരെ വാമം ചെയ്തതിന് ശേഷം നന്നായി ചൂടാവുന്നത് വരെ ഒരുതിയതിനു ശേഷം 2 കണ്ണുകളിലും മുഖത്തും തടവിക്കൊണ്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ഒന്ന് തടവും. ഇങ്ങനെ ആരോഗ്യമുള്ളൊരു അവസ്ഥയിലേക്ക് നിങ്ങൾക്കൊക്കെ എത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇന്നും നാളെയും മറ്റന്നാളും രാത്രി 8 മണി മുതൽ 9:30 വരെ നമ്മുടെ ഹെൽത്ത് തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി ഹെൽത്ത് ബ്ലോക്ക് റിമൂവ് വിത്ത് EFT എന്ന ടോപ്പിക്കില് EFTയുടെ സഹായത്തോടു കൂടി ഇമോഷൻ കളഞ്ഞുകൊണ്ട് നമ്മുടെ ആരോഗ്യം തിരിച്ചു കിട്ടാൻ 3 ദിവസത്തെ ക്ലാസ് ഉണ്ട്. 12, 13, 14 താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം. ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. അപ്പൊ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മുടെ ആരോഗ്യം നമുക്ക് തിരിച്ചു പിടിക്കണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം. ആരോഗ്യമില്ലെങ്കിൽ നമ്മുടെ സന്തോഷം എവിടെ പോയി എന്ന് ചോദിച്ചാൽ അതിനൊരു ഉത്തരം ഉണ്ടാവില്ല. ആരോഗ്യമുണ്ടെങ്കിൽ ബാക്കിയൊക്കെ നമുക്ക് സമ്പത്തും സമാധാനവും എല്ലാം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഈ ആരോഗ്യം എന്തുകൊണ്ടാണ് എനിക്ക് വേദന, എന്തുകൊണ്ടാണ് എനിക്ക് രോഗങ്ങൾ എന്നുള്ള ചിന്തകൾ മാറി. ആ ചിന്ത മാറുമ്പോൾ തന്നെ നമുക്കൊരു ഭാവി വേണം, എനിക്ക് സമ്പത്ത് ദൃഢമാക്കണം തുടങ്ങിയ നല്ല നല്ല ചിന്തകൾ പിന്നെ നമ്മുടെ മനസ്സിലേക്ക് വരും ആരോഗ്യം നമുക്ക് തിരിച്ചു കിട്ടുമ്പോൾ. ഓക്കെ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങനെ നോക്കാം. എന്തെങ്കിലും ചോദിക്കാണ്? ആ, കമർച്ചാന. ആ, പറഞ്ഞോളൂ, കേക്ക്. എന്താണ് കമർജാൻ? യെസ്, കേൾക്കുന്നില്ലല്ലോ കമറു. മ്യൂട്ടാവോ? എന്താണ്? ഇപ്പൊ കേട്ട്, പറഞ്ഞോളി. അപ്പൊ ശരിയായി. ഉം. ഇപ്പൊ ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നേ, പക്ഷെ വല്ലാത്തൊരു ക്ഷീണം എനിക്ക്. അങ്ങനെ ഒന്ന് അസുഖമായിട്ട് ഇതില്ല, ചെയ്യാൻ പറ്റില്ല. ആ, ഇന്നത്തെ ക്ലാസ്സിലെ ഒന്ന് പങ്കെടുക്കണ്ടിട്ടോ. മെന്റൽ ഹെൽത്ത് ഒക്കെ ഒന്ന് ഡൗൺ ആയി പോയിട്ടുണ്ട്. തലയിലുണ്ട്. ഇത് ക്യാമറ ഓണാ. ഹോസ്പിറ്റലിലാണോ ഉള്ളത്? അല്ല, ഞാൻ എന്റെ വീട്ടില്. ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടില്ല, എനിക്ക് പോകാൻ വയ്യ. അധികം ഞാൻ പറഞ്ഞില്ല, ഇരിക്കാൻ കഴിയില്ല, നിക്കാൻ കഴിയില്ല, ഇങ്ങനെ നടന്നു കഴിയണം, കുറച്ചിരിക്കുന്നത് എന്റെ അവസ്ഥപ്പെട്ടത്. എനിക്ക് നല്ല മെന്റൽ ഹെൽത്ത് ഉണ്ടായിരുന്നല്ലോ, പിന്നെ എങ്ങനെ ഈ ഡൗൺ ആയി പോയത്?
ആ വേദന ഇനിയും പോയില്ല, വീണ്? എല്ലാം അടുക്ക് വരുന്നുണ്ട്. അതിന്റെ എൻഡിങ്ങിലില്ലേ, നമ്മളെ നട്ടലിന്റെ എൻഡിങ്ങിലൊക്കെ പെയിന്. ആ, അതാണല്ലേ. ഇനി ആർക്കെന്തോ പറയാനുണ്ടോ? ഓഫാക്കട്ടെ. ശരിയാവും. ശരിയാവും. പ്രാർത്ഥിക്കാം. റെക്കോർഡ് ഉണ്ടോ പിന്നെ? റെക്കോർഡോ? ഇതിന്റെ റെക്കോർഡ് ഉണ്ടെന്ന് ഇതിന്റെ റെക്കോർഡ് ഉണ്ട്. പ്രാർത്ഥിക്കാം കേട്ടോ മാം. ഞാൻ ആ ഗ്രൂപ്പിൽ ഇടാം കേട്ടോ. വീണന്ന് കല്യാണത്തിന് വരുന്നില്ലേ? കല്യാണത്തിന് വരുന്നില്ലേ ഈ? ഇന്ന് എനിക്ക് വേറൊരു ഇതുണ്ട്, ആശുപത്രി പോണ്ടിയ, ഉമ്മനെയും കൊണ്ട് പോണ്ടിയ ഒരു കേസ് ഉണ്ട്. ശരി, ബുക്ക് ചെയ്താണ് ഇന്നലെ അതിന് ചെയ്തതേ. ഇന്ന് മാത്രമേ ഡോക്ടർ വരുള്ളൂ. അത് സൈക്കാസിനെ കാണിക്കാൻ. ശാന്തിയിലോ? ശാന്തിയിലല്ല, അരീക്കോട്. ശാന്തിയിൽ സൈക്കാട്രിസ്റ്റ് ഉണ്ട്. എനിക്കറിയില്ല. ശാന്തിയിൽ ഉണ്ടാവാണ്ട് വെക്കോ? ശാന്തി വലിയ ഹോസ്പിറ്റലല്ലേ? പിന്നെ ഉണ്ടോല്ലേ ശാന്തി ഹോസ്പിറ്റൽ. സൈക്കാട്രിസ്റ്റ് ഇവിടെ ഉണ്ട്. പിന്നെ ഒന്ന് ഇവിടെ ചേതനല്ലുണ്ട്, നല്ലതാണ് കേട്ടോ. ചേതന അവിടെ ഉണ്ടല്ലേ? അതെവിടെ? എരഞ്ഞിപ്പാലോ എവിടെയല്ലേ? അത് എരഞ്ഞിപ്പാലം, നമ്മളെ ബൈപ്പാസ് റോഡില്ലേ? എരഞ്ഞിപ്പാലം ബൈപ്പാസിന്ന് കുറച്ച് പ്രോവിഡൻസിന്റെ അടുത്ത്, പ്രോവിഡൻസിലേക്ക് പോണ വഴി, പ്രോവിഡൻസ് കോളേജില്ലേ, എന്റെ എന്റെ എൻഡിങ്ങിലേക്ക് ആ റോഡ് വളവിൽ തന്നെ. ബൈപ്പാസിലൊരു നമ്മളിപ്പോ നിങ്ങൾ അവിടുന്ന് വരാണെങ്കിൽ അവിടേക്കൊക്കെ കൊണ്ടുപോവാനേ ഇങ്ങനെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിയില്ല. ആയിക്കോട്ടെ, അങ്ങനത്തെ ആൾക്കാർ തന്നെ അവിടെ ഫുള്ള് അതന്നെയാണല്ലോ. അവിടെ ഉണ്ടല്ലേ? അതാണ് നല്ല ഡോക്ടറാണ്, ഫുള്ള് അതിൻ്റെതായിട്ടുള്ളത് തന്നെയാണ്. ചേതന ഹോസ്പിറ്റലേ. ഞാൻ അരീക്കോട് ബുക്ക് ചെയ്താണ്. ആഴ്ചയിൽ ഒരു ദിവസം വരുന്ന, ഇന്ന് മാത്രമേ വരുള്ളൂ പറഞ്ഞേ. ഫീയൊക്കെ എത്ര വരുന്നുണ്ട്? ഫീസൊക്കെ എത്ര വരുന്നുണ്ട്? പീരീഡ്സോ? വയസ്സായിക്കണേ, 80-85 ഒക്കെ ആയിന്. അതിന് എന്നാലും ഫീസ് വാങ്ങണ്ടോ? എന്താണ് ഫീസ് വാങ്ങണ്ടോ അവിടെ? എവിടെ? അരീക്കോടോ?